a small note to our audience who are watching this, our interviews, our shows. As we all know, Kerala is going through its toughest. Wayanad landslide is one of the major disasters the state has ever witnessed, worse than 2018 floods. If we can do anything, if we can do pay or pray for Wayanad, it would be great. It should not be always sending a lakhs of money or crores of money. No. So I also felt like saying this. That's why I'm mentioning, I can't go forward without mentioning this. Because I also come from Kerala. So the suffering is also, it's deep, it's within. And as we all see, the show must go on. So on that note, let me welcome my next guest, the master brain behind Drishyam, both parts in all languages, and the next most awaited movie in Malayalam, the director of the most awaited movie in Malayalam. Director Jitu Joseph, sir, welcome to India Today. So, sir, ഒരുപാട് സന്തോഷം ഇത് ഇത്രയും തിരക്കേറിയ ഒരു നിമിഷത്തിൽ നമ്മുടെ കൂടെ ഒരു ചെറിയൊരു സമയം ചെലവിടാൻ സമ്മതിച്ചതിൽ താങ്ക് യു സോ മച്ച്. സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. എനിക്കും വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ത്യ ടുഡേയിൽ ആദ്യമായിട്ടാണോ ഇന്റർവ്യൂ ചെയ്യുന്നത്? ആണെന്ന് തോന്നുന്നു. ഞാനും ഇവിടെ ബാക്കിയുള്ളവരും എന്റർടൈൻമെന്റ് ജേർണലിസ്റ്റും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. നമുക്ക് പരിമിതമായ സമയമാണെങ്കിലും മാക്സിമം നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാം, ശ്രമിക്കാം. അതെ അതെ. ശരിക്കും എന്താണ് ഈ നുണക്കുഴി? കാരണം ടു അവർ ഓഡിയൻസ്, നോൺ മലയാളി ഓഡിയൻസ്, നുണക്കുഴി ഇൻ മലയാളം മീൻസ് ഡിംപിൾ. Okay, പക്ഷേ this name says Nunakuri, a liar's day out. Yeah. So what is Nunakuri? ഇത് ശരിക്കും ഒരു കള്ളത്തരത്തിന്റെ ഒരു ഇതിലുള്ള ഒരു കഥയാണോ? ബേസിക്കലി ഞങ്ങൾ ഈ പേരിലേക്ക് വരാൻ ആക്ച്വലി ഇതല്ലായിരുന്നു ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരിക്കുന്ന പേര്. And at that time I was not that happy with that particular name. So ഞാൻ റൈറ്ററോട് കൃഷ്ണമാരോട് പറഞ്ഞു, see something different, something cute, I need something cute. ഇതാണ്. അപ്പൊ ഇങ്ങനെ റാൻഡമായിട്ട് പുള്ളി ഇങ്ങനെ പല പേരുകൾ പറഞ്ഞപ്പം സഡൻലി ദിസ് നൊണക്കുഴി പോപ്ഡ് അപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ദിസ് ഇസ് ഗുഡ്. കാരണം ഒന്നൊരു ക്യൂട്ട്നെസ് ഉണ്ട്, പിന്നെ രണ്ട് നമ്മുടെ സബ്ജക്റ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാല് ഇതിനകത്ത് കുറച്ച് ആൾക്കാർ ഡെസ്പറേറ്റ് ആയിട്ട് കുറെ നുണകൾ പറയുകയും ആൻഡ് അവര് ചില പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. അപ്പൊ ആ പ്രശ്നങ്ങൾ ഒരു കുഴിയായിട്ട് നമ്മളത് ഇമാജിൻ ചെയ്തു. നുണകൾ പറഞ്ഞു പോയി കുഴിയിൽ ചാടുന്നു എന്ന് പറഞ്ഞു. അതാണ്. അപ്പൊ ഈ ലയേഴ്സ് ഡേ ഔട്ട് എന്ന് പറയുമ്പോൾ there is a high chance for audience to connect it with like something like baby's day out. അപ്പൊ is it like a lot of liars are there, then they are coming out together, they end up in something else, like literally in a hole where they can't come out of it. Is it something like that? Yeah, something like that. Yeah, but the story starts one morning and the next morning. അതാണ്. അപ്പൊ ഇത് ബേസിക്കലി ഇത് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് they are not born liars, but ഒരു പ്രത്യേക സിറ്റുവേഷനിൽ സർവൈവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മളെല്ലാരും നുണകൾ പറയും. ആരെയും ഉപദ്രവിക്കാനൊന്നുമല്ല, ചിലപ്പോൾ ചെറിയ സിറ്റുവേഷനിൽ നിന്ന് കടന്നു പോകാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അങ്ങനെ ഒരു നുണ പറഞ്ഞു, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പിന്നെ നുണ പറയുന്നു, അങ്ങനെ ചെയ്യുന്നു. അപ്പം ഇതിന് 2-3 ആംഗിളുകളുണ്ട്, 2-3 ആംഗിളുകളിൽ നിന്ന് കഥ വരുന്നത്. ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് കൺവേർജസ് അറ്റ് വൺ പോയിന്റ്. ഒരുപക്ഷെ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് നടന്നില്ലായിരുന്നെങ്കിൽ they will never meet. ഒരിക്കലും ഒരു കണ്ടുമുട്ടില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. സോ അപ്പൊ ഈ നുണകൾ കൊണ്ടാണ് ഇങ്ങനെ ഇതെല്ലാം സംഭവിക്കുന്നത്, ഈ മീറ്റിംഗ്സും അതും ഈ പ്രശ്നങ്ങളും എല്ലാം. അതാണ്. അപ്പൊ ഇറ്റ്സ് ലയേഴ്സ് ഡേ ഔട്ട് മീൻസ് 3 ഗ്രൂപ്പായിട്ട് 3 സൈഡിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങനെ, അല്ലെങ്കിൽ പിന്നെ കൂടുതൽ 3 ഗ്രൂപ്പാണ് മെയിൻ ആയിട്ട്. അങ്ങനെ ഇറങ്ങി വന്നു. they meet at some point and അവിടെ കുറച്ചൊരു chaos ഉണ്ട്. പിന്നെ അതെല്ലാം ഇത് ബേസിക്കലി ഇറ്റ്സ് എ ഫൺ റൈഡ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഞാൻ ചെയ്ത ത്രില്ലർ ജോണറിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു അത് തന്നെയാണ് എന്റെ അട്രാക്ഷൻ. എന്നോട് കൃഷ്ണകുമാർ ഈ കഥ വന്ന because what was your hook to this movie? Because ഇത്രയും ത്രില്ലേഴ്സ് ഒരു സീരീസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു വരുമ്പോ പെട്ടെന്ന് ലൈക് വാട്ട് മെയ്ഡ് യു ടു ഡു ദിസ് മൂവി ഓർ ടേക്ക് അപ്പ് ദിസ് മൂവി? ഓക്കെ, ഇത് കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. എവിടാണ് ആ ഒരു ത്രില്ലർ എലമെന്റ് വിട്ടിട്ട്? ഞാൻ അതിന് മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും ലൈക് സീരീസ് ഓഫ് ഇങ്ങനത്തെ മൂവീസ് ചെയ്ത് കഴിയുമ്പോൾ
എവിടെയെങ്കിലും ജീത്തു ജോസഫ് എന്ന ഡയറക്ടറിനെ ഒരു സൈക്കോപാത്ത് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരു ഡയറക്ടർ ആയിട്ടോ ഒക്കെ എവിടെയെങ്കിലും ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ ജോക്സ് ഒക്കെ ദൃശ്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് റൈറ്റപ്സ് ഒക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇയാള് സിനിമ വന്നില്ലായിരുന്നെങ്കിൽ ക്രിമിനൽ ആയനേതല്ല, അങ്ങനെയൊന്നല്ല. സി, എന്റെ ഒരു ചൈൽഡ്ഹുഡില് ഐ യൂസ് ടു റീഡ് ലോട്ട് ഓഫ് സസ്പെൻസ്, സ്പൈ, ഇൻവെസ്റ്റിഗേഷൻ. ഇത് ഷെർലക് ഹോംസ്, അഗത ക്രിസ്റ്റി, ജെയിംസ് ചാർലി ചേസിന്റെ നോവൽസ്, റോബർട്ട് ഡല്ലം, അതൊക്കെ അങ്ങനത്തെയൊക്കെ നോവൽസ് ഒക്കെ വായിച്ച് എനിക്ക് അങ്ങനത്തെ ഒരു കഥകളോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. അറ്റ് ദ സെയിം ടൈം പേഴ്സണലി എന്റെ ഫേവറേറ്റ്സ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ലൈക്ക് മൈ ഓൺ മമ്മി ആൻഡ് മീ, ലൈഫ് ഓഫ് മൈ ജോസൂട്ടി, ബോസ് പിന്നെ പിന്നെ നമ്മുടെ ഫഹദിന്റെ ഇതില് പിന്നെ മഹേഷിന്റെ പ്രതികാരം, സർ ഓ അങ്ങനത്തെ മഹേഷ് സിനിമകളില്ലേ, പഴയ സന്ദേശം, എനിക്ക് അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമാണ് കാണാൻ. പക്ഷെ എനിക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ചിലപ്പോൾ ഇങ്ങനത്തെ സിനിമകളൊക്കെ, കാരണം ഇതിനോടൊരു ഇതുള്ളതുകൊണ്ട് അതുകൊണ്ടുള്ളതേ ഞാൻ ഉള്ളൂ. അത് പിന്നെ ചോദിച്ചത് മേ കൂടെ ബി എന്തുകൊണ്ടാന്ന് പറയാം. There are like non-Malayali my friends who watch these kind of Drishyam, both Papanasam, Tamil, Hindi, everything, and they came to me and asked, Mira, either he should have some background. ഇങ്ങനെ തിങ്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെയാണ് എഴുതാൻ സാധിക്കുന്നത്? ഞാൻ പറഞ്ഞു മേ ബി ഹി മൈറ്റ് ബി റീഡിങ് എ ലോട്ട് ലൈക് ദാൻ വി ഓൾ ക്യാൻ ഇമാജിൻ. അതിൽ നിന്ന് ഇത് നുണക്കുഴിയിലോട്ട് വരുമ്പോൾ ഇറ്റ് വാസ് എ ഫ്ലിപ്പ് അല്ലെ? ഈ ഒരു കഥയിലോട്ട് ഇത് ട്രീറ്റ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ മൊത്തത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഈവൻ ലെവൽ ക്രോസ് ഫോർ ദാറ്റ് മാറ്റർ, ലെവൽ ക്രോസ് വാസ് ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു അപ്രീസിയേഷനും അക്നോളജ്മെന്റും ഇതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യും ഒക്കെ ചെയ്തൊരു മൂവി ആയിരുന്നു. ഈവൻ ദോ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡയറക്റ്റഡ് ബൈ അർബാസ് ആയിരുന്നെങ്കിൽ കൂടെയും ജീതു സാറിന്റെ ഒരു ആ ഒരു എലമെന്റ് എല്ലാവർക്കും കാണാൻ പറ്റി. അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ജീതു സാർ എന്ന് പറയുമ്പോൾ മൂവീസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിന്റെ രീതി അതൊക്കെ കാണാൻ പറ്റി എല്ലാവർക്കും. അപ്പോൾ when it comes to നുണക്കുഴി it's completely different. It's new for you also, I believe. ബട്ട് ഞാൻ ഹ്യൂമർ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. മൈ ബോസ് ചെയ്തിട്ടുണ്ട്. മമ്മി ആൻഡ് മീ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഫാമിലീസ് ഐ മീൻ ഒരു കൈൻഡ് ഓഫ് ഇതാണ്. അതിനകത്ത് ഒരു ഹ്യൂമർ ട്രാക്കിലാണ് നമ്മൾ അതൊരു ട്രീറ്റ് 12 ചെയ്തിരിക്കുന്നത്. വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നു. ആ അപ്പോ ഉണ്ട്. എല്ലാവരും അതുകൊണ്ട് തന്നെ കാണുന്നതിന്റെ രീതിക്ക് ഒരു കുറച്ച് വ്യത്യാസം വന്നു. എക്സാക്ട്ലി അവിടെയാണ് ഒരു ഡിഫറൻസ്. ഇപ്പം ഞാൻ പണ്ട് മൈ ബോസ് ചെയ്തതിന് ആ ഒരു ടൈപ്പ് ഓഫ് കോമഡി അല്ല ഇപ്പൊ. അല്ലെങ്കിൽ Right. ഓഡിയൻസിന് മാറ്റം വന്നു, ജനറേഷന് Right. മാറ്റം വന്നു. Right. സോ ഇപ്പം കമ്മിങ് ബാക്ക് ടു ദ റിയൽ ക്വസ്റ്റ്യൻ, എന്താണ് എന്നെ ഇത് ക്യാച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ, കൃഷ്ണകുമാർ എന്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. ഇതിന്റെ ഒരു ബേസിക് തോട്ട് എന്ന് പറയുന്നത് ഒരു ശരിക്കും നടന്ന ഒരു ചെറിയ സംഭവം, ജസ്റ്റ് എന്റെ വൺ ലൈൻ തോട്ട്. അതിൽ നിന്ന് പുള്ളി ഒരു കഥ ഉണ്ടാക്കി. അപ്പം ആ വൺ ലൈൻ തോട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് പുള്ളി എന്നോട് കുറെ സീക്വൻസുകൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കൊള്ളാലോ, ഇത് രസമുണ്ട്, ഇതൊരു ഫണ്ട് റൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ എന്റെ റൈറ്റ് സൈഡിൽ എന്റെ മോൾ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മോളോട് ചോദിച്ചു, മോക്ക് എന്ത് തോന്നുന്നു? കാരണം ഒരു ജഡ്ജ്മെന്റിന്റെ പ്രശ്നം എനിക്കുണ്ട്. അപ്പൊ എന്റെ കാത്തി, മൂത്ത മോളാക്കി കാത്തി പറഞ്ഞു, ഡാഡി ആക്ച്വലി ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, രസം ഉണ്ടായിരുന്നു കേട്ടപ്പോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ, പുതിയ പിള്ളേർക്കും അത് ദഹിക്കും. പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലത്തെ ഒരു ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ചെയ്യാതെ ഒരു സിറ്റുവേഷൻ ഹ്യൂമർ, ഇതൊരു വേണമെങ്കിൽ ഒരു ചെറിയ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയാം. സിറ്റുവേഷൻ സീരിയസ് ആണ് ആക്ച്വലി. ഓക്കെ, ഒരു സീരിയസ് സിറ്റുവേഷനിലൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നുള്ള ഡെസ്പറേഷനിൽ അവർ പറയുന്ന നുണയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നുണ്ടാകുന്ന ഹ്യൂമറാണിത്. അപ്പൊ ഇതിനകത്ത് we can see a lot of slapstick comedies, അങ്ങനത്തെ കുറെ സ്ലാപ്സ്റ്റിക് എന്ന് പറയാൻ ഒരു ചെറിയ ഏരിയ ഇല്ല. സ്ലാപ്സ്റ്റിക് എന്ന് പറയാൻ അതിനകത്ത് എനിക്ക് തോന്നാ ഒരു ഫൈറ്റ് സീക്വൻസിൽ ചുമ്മാ നമ്മളൊരു നിങ്ങൾ ആ ട്രെയിലറിനകത്ത് കണ്ടിട്ടില്ല, ഒരു ചെറിയൊരു ഫൈറ്റ് സീക്വൻസ്, അത് ചെറിയ സീൻ, ചെറിയൊരു പോർഷനേ ഉള്ളൂ. മറ്റേതെല്ലാം ആക്ച്വലി ഒരു ഡെസ്പറേഷനിൽ അവരുടെ ഓട്ടമാണ്. ആ ഓട്ടത്തിനുണ്ടാകുന്ന ഹ്യൂമറാ. പിന്നെ എന്നാ വെച്ചാൽ നമ്മളെ ഇപ്പൊ ഇങ്ങനെ ഒരു ട്രാക്കിൽ പിടിക്കുന്നത് കൊണ്ട് ഇവരെല്ലാം ഭയങ്കര ഇന്റലിജന്റ് ആൻഡ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ പോർട്രേറ്റ് ചെയ്തിട്ടില്ല, മനസ്സിലായോ? പിന്നെ ഇതിനകത്ത് സിദ്ദിഖേട്ടന്റെ ക്യാരക്ടർ വളരെ എന്താ പറയാ, വളരെ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. വളരെ റെസ്പെക്ടബിൾ, വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടറും അല്പം പോസ്റ്റും അങ്ങനത്തെയാണ്. പക്ഷെ പുള്ളിക്ക് ഒരു പ്രശ്നമുണ്ട്. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ പുള്ളിയുടെ ക്യാരക്ടർ ഫ്ലിപ്പായി പോകും. അതെന്താന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അത് അങ്ങനെയുള്ള ചെറിയ ആൾക്കാരുണ്ട്.
ലൈഫിൽ ഭയങ്കര ഇതാണ്. പക്ഷെ ചില കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ, ചില അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ ക്യാരക്ടർ അങ്ങ് ടോട്ടലി മാറും. നമ്മൾ കണ്ടിട്ടില്ലേ ചിലര് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മളിങ്ങനെ ചിലപ്പോൾ പോലീസുകാരായിരിക്കാം. നമ്മൾ ഒഫീഷ്യലി മീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സീരിയസും ഇതാന്ന് തോന്നും. പക്ഷെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജോക്ക് ഒക്കെ അടിച്ച് ഭയങ്കര വാതി അടിച്ച് വേറൊരു മനുഷ്യനായിട്ട് നമുക്ക് തോന്നാം. അങ്ങനത്തെ. അപ്പൊ ഇതിനകത്തൊരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അയാളുടെ ക്യാരക്ടർ ഫ്ലിപ്പ് ആവുന്നു. അങ്ങനെ ഒരു ഇത്. അപ്പം ബേസിക്കലി ഇറ്റ്സ് എ ഫൺ റൈഡ്. Right. അതാണ് ഈ സിനിമ. അത്രേ ഉള്ളൂ ഈ ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണുക, എൻജോയ് ചെയ്യുക. എൻജോയ് ചെയ്യാം. ചിരിപ്പിക്കാനാണ് ഞങ്ങളുടെ ശ്രമം. അത് വർക്കൗട്ട് ആയോ ഇല്ലയോ എന്ന് ജനമാ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് അത് പറയാൻ ആ പറ്റില്ല. 15-ാം തീയതിക്ക് ശേഷം നമുക്ക് നോക്കാം എന്തുമാത്രം അതെ. ആവുന്നു എന്നുള്ളത്. അപ്പോ ജീത്തു സർ ആണെങ്കിൽ ഇപ്പൊ ഈ ഒരു സിനിമ ശരിക്കും ഇങ്ങനത്തെ ഒരു സിനിമ കഥ കയ്യിലോട്ട് വരുമ്പോ ശരിക്കും ഈ പറഞ്ഞ പോലത്തെ ഒരു ഗ്യാപ്പ് വരുമ്പോൾ ശരിക്കും ഒരു ക്യൂരിയസ്നെസ് ആണോ അതൊരു എക്സൈറ്റ്മെന്റ് ആണോ? ഈ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയൻസ് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോ എല്ലാ തരത്തിലുള്ള ജനറേഷനിൽ വരുന്ന ഓഡിയൻസ് നമുക്ക് ഈ ഒരു ഇന്നത്തെ കാലത്തെ സിനിമയ്ക്കുണ്ട്. ഒരു ലിമിറ്റഡ് അല്ല ഓഡിയൻസ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഇതിലോട്ടല്ല. അപ്പൊ അതിൽ ശരിക്കും ആസ് ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു പുതിയൊരു ട്രീറ്റ്മെന്റ് വരുമ്പോഴത്തേക്കും എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നോ? അതോ ക്യൂരിയസ് ആയിരുന്നത് എങ്ങനെ ഞാൻ ട്രീറ്റ് ചെയ്യിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ് എന്നുള്ള ഒരു തോട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്നു? ചലഞ്ചിങ് ആയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിരുന്നു? ബേസിക്കലി അതാ ഞാൻ പറയാൻ വന്നത്. ഇപ്പൊ ഈ സബ്ജക്ട് വന്ന് എന്നോട് പറഞ്ഞു. സബ്ജക്ട് വന്ന് പറഞ്ഞപ്പം ഫസ്റ്റ് ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് കിട്ടുന്നത്. പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു ചലഞ്ചാണ്. ഇതിനെ എങ്ങനെ ആ ചലഞ്ചസ് എന്ന് പറയുന്ന പുതിയ ഓഡിയൻസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി. ഓക്കെ, മേ ബി ഒരു 12 ഇയേഴ്സ് സ്പാൻ അതിനകത്ത് നിന്ന് ഞാനും ഒരു ഫസ്റ്റ് ഹ്യൂമർ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂമർ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ഓഡിയൻസിൽ വന്നിട്ടുണ്ടാവും. അതെന്റെ ചലഞ്ചാണ്. പിന്നെ നമ്മളിത് ഷൂട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഡിസ്കസ് ചെയ്ത് ഷൂട്ട് ചെയ്ത് നമ്മളിത് അതിന്റെ ടുവേർഡ്സ് അതിന്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ചെയ്ത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ കാണുകയാണ്. പിന്നെ ഇത് മാറി ഈ എമോഷൻ മാറി ക്യൂരിയസ് ആയിട്ടുള്ള ഇതിലേക്ക് വരും. ഇതിനെ ഓഡിയൻസ് എങ്ങനെയായിരിക്കും റിസീവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് ഇത് റിലീസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒന്നെങ്കിൽ ഭയങ്കര എന്താ പറയാ സന്തോഷവും എക്സൈറ്റ്മെന്റും അതും ഇതൊക്കെ, അല്ലെങ്കിൽ ഡിസപ്പോയിന്റ്മെന്റ്. അതായത് ഒന്നെങ്കിൽ ഇത് സക്സസ് ആവും അല്ലെങ്കിൽ ഇത് ഫ്ലോപ്പ് ആവും. ഇങ്ങനത്തെ ഒരു ഇമോഷൻസ് ആണ് ഈ ഒരു ഇതിന്റെ ഇത്. പിന്നെ ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതിന്റെ ഒരു ഷൂട്ടിംഗ് പാറ്റേൺ ആണ്. കാരണം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും when you do back to back thrillers, ഷോർട്സ്, അതിന്റെ ഒരു ആംബിയൻസ് എല്ലാം സെയിം ആണ്. കുറെ കഥയിലും കുറച്ച് കഥാപാത്രങ്ങളിലും മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അതിന്റെ മേക്കിംഗ് സ്റ്റൈലൊക്കെ ഡിഫറെന്റ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറയുന്നത് ഞാൻ കുറച്ചുകൂടി ഹ്യൂമർ ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലോട്ട് ഉണ്ട്, നമുക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, സീൻസ് ഉണ്ട്. ഒരു സീൻ അങ്ങ് എടുത്ത് വെച്ചിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പറയും ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പൊസിഷൻസ്, എനിക്ക് നിങ്ങൾ ഇതൊന്ന് പെർഫോം ചെയ്തിട്ടാ എന്ന് പറയും. അങ്ങനെ അവരവിടെ ഇരുന്ന് പെർഫോം ചെയ്യും. അപ്പൊ അവിടെ നമ്മൾ ആക്ടേഴ്സിന് ഫ്രീഡം ഒരു ത്രില്ലറോ അല്ലെങ്കിൽ ഒരു ഡ്രാമ ചെയ്യുന്നതിനൊക്കെ കൂടുതൽ കൊടുക്കും. കാരണം അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അവരിൽ നിന്ന് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ടാവും. ഒറിജിനൽ ഡയലോഗിൽ നിന്ന് മാറി ചിലപ്പോൾ ഡയലോഗ് ഒക്കെ പറയും. അങ്ങനെയുള്ള ഇംപ്രവൈസേഷൻസ് ഒക്കെ ഞാൻ വെൽക്കം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അത് ചെയ്ത് കാണുമ്പോൾ നമ്മൾ പറയും അല്ല ഇത് നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ രസമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ശരിയായിരിക്കും, ഈ മൂവ്മെന്റ് ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ റിയാക്ഷൻ ഇട്ടാൽ രസമായിരിക്കും. കൊറിയോഗ്രാഫി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈവൻ ക്യാമറയുടെ ഒരു ആംഗിൾ പോലും നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഇതിനകത്ത് ഒത്തിരി അങ്ങനെ മേക്കിങ്ങിൽ വരട്ടിയെടുക്കേണ്ട സിനിമയല്ല. ഇതിനകത്ത് അവർക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുക. ആ പെർഫോമൻസിൽ ആണ് ഇവരെ ഓഡിയൻസിനെ കണ്ടിട്ട്. അപ്പൊ ഇതിനകത്ത് നല്ലൊരു സ്ക്രിപ്റ്റ് വന്നു. എന്നേക്കാളും ഇതിനകത്ത് കൂടുതൽ എന്താ പറയാ ഇതിന്റെ ഒരു റോൾ എന്ന് പറയുന്ന റൈറ്റർ പ്ലസ് ഓഫ് കോഴ്സ് ഇതിന്റെ പെർഫോമേഴ്സ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നല്ലൊരു ബേസ് സ്ക്രിപ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചു കൃഷ്ണകുമാർ. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ഓഡിയൻസ് ആക്ടേഴ്സിന് മുമ്പിലേക്ക് ഇട്ട് കൊടുത്ത് അവരെ അങ്ങ് പെർഫോം ചെയ്യാനുള്ള ഫ്രീഡവും, അപ്പൊ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുക, അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുകയാണ് ആസ് എ ഡയറക്ടർ എന്റെ ജോലി. ഇപ്പോ ആക്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ ബേസിൽ ആൻഡ് ഗ്രേസ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ആക്ടിങ്, അതും പ്രത്യേകിച്ച് ഹ്യൂമർ ബേസ്ഡ് മൂവീസിനകത്ത് അവരുടെ കഴിവ് നല്ല പോലെ തെളിയിച്ചത്. പ്രത്യേകിച്ച് ഗ്രേസ് ഇപ്പോ നാഗേന്ദ്രൻ ഹണിമൂൺ ചെയ്ത് കഴിഞ്ഞപ്പോ എവറിബഡി ഈസ് ലൈക്ക് ഓ നമുക്ക് എന്തോ പഴയ കൽപ്പന ചേച്ചിയെ തിരിച്ചു കിട്ടിയ പോലെ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോ അവരുമായിട്ട് പെട്ടെന്ന് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു എന്തെങ്കിലും ഒക്കെ ഒരു ഹിലേരിയസ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും? അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു സെറ്റ് ഒന്നും ഉണ്ടാവില്ല എങ്ങനെ വന്നാലും. എന്തെങ്കിലും ഒരു അങ്ങനത്തെ മൊമെന്റ്സ് ഷെയർ ചെയ്യാനുണ്ടോ?
അങ്ങനെ ലൈക്ക് ഇപ്പോഴും ഒരിക്കലും ഞാൻ മറക്കില്ല ആ ഒരു സെറ്റിലെ ചില ദിവസങ്ങൾ എന്ന് വിചാരിക്കുന്ന ചില മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരു പർട്ടിക്കുലർ മൊമെന്റ് എന്നുള്ള പർട്ടിക്കുലർ ഒരു ഇൻസിഡന്റ് എന്ന് പറയാൻ നോക്കിയാൽ അങ്ങനെയല്ല. നമുക്ക് ബേസിക്കലി നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇത് ഡയലോഗ് പറഞ്ഞ് ഇവരെങ്ങനെ നമ്മളിത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവരോട് ഒന്ന് പെർഫോം ചെയ്യാൻ പറയുന്നു. ആ പറയുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ഡയലോഗ്സ് വരും. ആ ഡയലോഗ്സ് നമുക്ക് പെട്ടെന്ന് നമ്മൾ എല്ലാവരും ചിരിയുടെ അത് കൊള്ളാം, അങ്ങനത്തെ ഒരു ഭയങ്കരമായ ഒരു ഇൻസിഡന്റ് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോ ഒരു പോയിന്റിൽ എത്തിയപ്പം നമ്മുടെ ബേസിൽ എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ബേസിക്കലി ഐ എം എ റിച്ച് മാൻ, ഷോ സം റെസ്പെക്ട് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ആ ഒരു ഡയലോഗ് അല്ല ബേസിൽ അത് പറഞ്ഞപ്പോ അതിനകത്ത് സാധാരണ ചുമ്മാ ഒരു ഡയലോഗ് ഇംപ്രവൈസേഷൻ മാത്രമായിരുന്നില്ല, അത് ആ ക്യാരക്ടറിനെ ഒത്തിരി കണക്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ബേസിൽ അത് പറഞ്ഞപ്പോ പെട്ടെന്ന് എല്ലാരും ചിരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി സാധനം ഇത് വർക്ക്ഔട്ട് ആവും. പിന്നെ ആ ക്യാരക്ടറിന്റെ ഒരു അവസ്ഥ അതാണ്. കാരണം ആരും ഇവനൊരു കാശുകാരനാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റിച്ച് മാനാന്ന് പറഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഇവനെ കണ്ടാൽ തോന്നത്തുമില്ല. അപ്പൊ ഇവന്റെ അതിന്റെ ഒരു കോംപ്ലക്സ് ഇവൻ പറയുന്നത് ബേസിക്കലി റിച്ച് മാൻ, ഷോ സം റെസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ നിരന്തരമായി. പിന്നെ ഈ രാത്രിയിലെ ഷൂട്ട്, അപ്പൊ അത് കാരണം ഈ ലൈറ്റപ്പ് ചെയ്യാനൊക്കെ ഇച്ചിരി സമയം എടുക്കും. അപ്പൊ ഈ സമയത്ത് ഇരുന്ന് അവര് ചിലപ്പോൾ ഞാനിങ്ങനെ ക്യാമറാമാനായിട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പോ അവിടുന്ന് ഭയങ്കര പൊട്ടിച്ചിരിക്കും. ഉടനെ ഞാൻ ഓടിച്ചിട്ട് ചോദിക്കും എന്നാ പറഞ്ഞതെന്ന് ചോദിക്കും. അതുകൊണ്ട് ഇത് ഓവറോൾ ഇതൊരു ഫുൾ ഫൺ ഇതിലായിരുന്നു. അത് ഒരു പർട്ടിക്കുലർ ഒരു സ്പെഷ്യൽ ഇൻസിഡന്റ് ആയിട്ടൊന്നും അങ്ങനെ ഇല്ല എടുത്ത് ഹൈലൈറ്റ്. മുഴുവൻ ദിവസങ്ങളും വളരെയധികം സന്തോഷത്തോടെ നല്ല മൊമെന്റ്സ് കൂടെ തന്നെയാണ് പോയത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാനിങ്ങനെ ജീതു സാർ ഇങ്ങനെ കഥയുടെ കാര്യം പറയുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചതാണ്, എപ്പോഴെങ്കിലും ആക്ടിങ്ങിലോട്ട് ഇറങ്ങുന്നതിനെ പറ്റിയിട്ട്. ഇപ്പം ലാൽജോ സാറൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് മുഖം കാണിക്കുന്ന പോലെ, അല്ലെങ്കിൽ കുറച്ച് എനിക്ക് ഇപ്പൊ ബേസിൽ കാണിക്കുന്ന അഭിനയം രംഗത്തിലോട്ട് ഒന്ന് ഇറങ്ങി ഇതൊക്കെ ചെയ്യണ പോലെ ജീതു സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കും ഒന്ന് ചെയ്ത് നോക്കണം ഇതിനകത്തൊക്കെ, ഞാനും അല്ലെങ്കിൽ ത്രില്ലർ ഏതെങ്കിലും ഒന്ന് വരട്ടെ എപ്പോഴെങ്കിലും? എനിക്കറിയില്ല എന്നെ ഇങ്ങനെ അല്ല എനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നെ ഒരു പടത്തിൽ എന്റെ ഒരു അസിസ്റ്റന്റ് ചെയ്തൊരു പടത്തിൽ എന്നെ വിളിച്ചു. അതിനകത്ത് ബേസിലുണ്ടായിരുന്നു, നീട് ബേസിൽ കുറെ ആകുമ്പോൾ. പിന്നെ ഈ ഒരു ആഡ് ഫിലിമിന് എന്നെ വിളിച്ചു, ഏഷ്യൻ പെയിന്റ്സിന്റെ ഒരു ആഡ് ഫിലിമിന് എന്നെ വിളിച്ചു. പിന്നെ ഒരു ഷോർട്ട് ഫിലിമിന് എന്നെ വിളിച്ചു. പിന്നെ ഒരു പടത്തിന് എന്നെ വിളിച്ചപ്പം ഞാനന്ന് ഔട്ട്സൈഡ് ഇന്ത്യ പോകുമായിരുന്നു റിക്കിക്ക്. അപ്പൊ എനിക്ക് അത് വെച്ചിട്ട് ആക്ച്വലി വലിയ റോളായിരുന്നു ആ സിനിമ. പക്ഷെ ചിലപ്പം എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കാനൊക്കെ എനിക്കിതാ, പക്ഷെ കുളമാക്കരുതെന്നുണ്ട് ഞാൻ. കാരണം സിനിമയെ ബാധിക്കരുതെന്നുണ്ട്. എനിക്ക് അഭിനയിക്കാൻ അറിയാവില്ലോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ ഞാൻ എന്റെ എല്ലാ സിനിമയിലും ചുമ്മാ ബാക്ക്ഗ്രൗണ്ടിൽ പോയിരിക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ നടക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഒരു കിങ് ഓഫ് ഒരു സസ്പെൻസ് ഉണ്ടല്ലോ, ആൽഫ്രഡ് ഹിച്ച്കോക്ക്. അപ്പൊ അദ്ദേഹത്തിന്റെ പടങ്ങളിലെല്ലാം അദ്ദേഹം എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പോ ഒന്നെങ്കിൽ ഒരു ക്രൗഡ് നിൽക്കുന്നതിന്റെ അകത്ത് ഇങ്ങനെ ഹാറ്റൊക്കെ വെച്ച സൈഡ് ഉണ്ടാവും. അപ്പൊ അവസാനം പുള്ളി ഒരു ഫിലിം ചെയ്തു. അതിനകത്തൊരു മജോറിറ്റിയും കടലും ബോട്ടും അതിനകത്തൊരു ക്യാരക്ടറുമാണ്. അപ്പൊ അവസാനം ഓഡിയൻസ് ആരാണ്ട് ചോദിച്ചു, ഇതിനകത്ത് മാത്രം താങ്കൾക്ക് ഒരു വേഷം ചെയ്യാൻ പറ്റിയില്ലല്ലേ, ഒരു മുഖം കാണിക്കാൻ പറ്റിയില്ലല്ലേ എന്ന് ചോദിച്ചു. അയ്യോ, അതിനകത്ത് ഞാൻ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇതിനകത്ത് എവിടെ? അപ്പൊ അതിനകത്ത് പുള്ളി എവിടെ ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. ആ ന്യൂസ് പേപ്പറിനകത്ത് ഒരു ആഡ് ഉണ്ട്. ആഡിനകത്ത് പുള്ളിയുടെ ഫോട്ടോയെ വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന അത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ തൊട്ട് എനിക്ക് എന്റെ കൗതുകം, എന്റെ ഒരു കൗതുകമാണ് എല്ലാ സിനിമകളിലും എവിടെയെങ്കിലും ഒക്കെ വേണം ചുമ്മാ ബാക്കിൽ നിൽക്കാതെയാണ്. പക്ഷെ മണക്കൊഴിക്കാത്തില്ല. ചുമ്മാ ഇല്ല, നുണക്കൊടിയിലില്ല, മറന്നുപോയി. ചിരിച്ചു കളിച്ച് തമാശ പറഞ്ഞ് ഷൂട്ട് ചെയ്ത് പോകുന്നതിനിടയ്ക്ക് സ്പേസ് കിട്ടിയില്ല. അടുത്ത നെക്സ്റ്റ് ഇസ് യുവർ റാം. ലൈക് അടുത്ത മൂവി എല്ലാവരും കാത്തിരിക്കുന്ന റാമാണ്. എന്തെങ്കിലും അതിനെ പറ്റിട്ട് പറയാനുണ്ടോ? എവിടം വരെ അതിന്റെ ഷൂട്ടിംഗ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം? അല്ല, അതിനെക്കുറിച്ച് എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഞങ്ങള് റെഡിയാണ്. പ്രൊഡ്യൂസേഴ്സ് എപ്പോ യെസ് പറഞ്ഞു അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്നാലും പ്രശ്നങ്ങളുണ്ട്. പ്രൊഡ്യൂസേഴ്സ് യെസ് പറഞ്ഞാലും പെട്ടെന്ന് അങ്ങ് പോയി. കാരണം നമ്മൾ കുറച്ച് UK പകുതി ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പൊ അവിടുത്തെ ഈ സീസൺ ഒത്തു വരണം, ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ, ഒത്തിരി ആർട്ടിസ്റ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഹേർഡിൽസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്ന് ചില കാര്യങ്ങൾ റെഡിയായി വരാനുണ്ട്. അതുകൊണ്ട് വന്ന് തുടങ്ങും. അനൗൺസ്മെന്റ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ റാം ബേസ് ചെയ്തിട്ട്? ഏതെങ്കിലും ഇനി നമ്മൾ അധികം പറയാത്ത ആക്ടേഴ്സ് ഉണ്ടോ? നിങ്ങളെ പോലെ തന്നെ വി ആർ ഓൾസോ വെയിറ്റിംഗ് ഫോർ ദ പ്രൊഡ്യൂസേഴ്സ് ഗ്രീൻ സിഗ്നൽ.
അപ്പോ ഓഡിയൻസ് നമുക്ക് പുറത്തുള്ള ഓഡിയൻസിന്, കേരളത്തിന് പുറത്തുള്ള ഓഡിയൻസിനൊക്കെ എന്തെങ്കിലും സാർ നുണക്കുഴി ബേസ് ചെയ്തിട്ട് പറയാനുണ്ടോ? ബിക്കോസ് ഇത് Yep. വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആയിരിക്കും ഡെഫിനറ്റ്ലി. അപ്പോ എന്താണ് സാറിന് പറയാനുള്ളത് ടു അവർ ഓഡിയൻസ്? Basically, this film Nonakuri is a out and out humor film. So please don't expect this as a thriller. Don't expect any twists, turns. There's nothing like that. Just come to the theater, enjoy, and please do watch it in theaters. Theaters itself, exactly. Thank you so much, Jeetu sir, for joining with us. It was a great time. Thank you. Thank you. Let's meet Thank you. soon. Bye. Thank you. Yeah.